ജില്ലയിൽ പാലിയേറ്റീവ് രംഗത്ത് വളരെ അഭിമാനകരമായ പ്രവർത്തനമാണ് നടക്കുന്നത്. ജില്ലയിലെ 11 പാലിയേറ്റീവ് സൊസൈറ്റികളും അതിൻ്റെ നേതൃത്വത്തിലുള്ള 105ഓളം വരുന്ന സോണൽ കമ്മിറ്റി, 920 വാർഡ് കമ്മിറ്റികളും ഏതാണ്ട് 9,000-ഓളം വരുന്ന വാളണ്ടിയർമാരും അടങ്ങുന്നതാണ് ജില്ലയിലെ പാലിയേറ്റീവ് സമുദായം. കോവിഡിൻ്റെ 1ഉം 2ഉം തരംഗത്തിൽ ജില്ലയിലെ പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ടതായിരുന്നു. ജോലി നഷ്ടപ്പെട്ട വീട്ടിലിരിക്കുന്ന തൊഴിലാളികൾക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിക്കുന്നതിന്, വീടുകളിൽ മരുന്നെത്തിക്കുന്നതിന് സൊസൈറ്റിയുടെ 22 ആംബുലൻസും സൗജന്യമായി രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനും വീട്ടിൽ തിരിച്ചു കൊണ്ടുവരുന്നതിനും, തമിഴ്നാട്, കർണാടകം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ നാട്ടിൽ കൊണ്ടുവരുന്നതിനും വലിയ സേവനമാണ് സൊസൈറ്റി നടത്തുന്നത്. ജനങ്ങളുടെ ആകെ അഭിനന്ദനങ്ങൾക്ക് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം മാത്രമായിട്ടുണ്ട്. ഈ 3ാം തരംഗത്തിൽ ജില്ലയിലെ പാലിയേറ്റീവ് സൊസൈറ്റി അതിൻ്റെ പ്രവർത്തകർ ഈ കോവിഡ് കാലത്ത് അസുഖമായി ഉള്ള ആളുകളെ സഹായിക്കുക, അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് തീരുമാനിച്ചത്. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിക്കുക, വീടുകളിൽ മരുന്നെത്തിക്കുവാൻ, ചില വീടുകളിൽ മൊത്തം ആളുകളും രോഗം ബാധിച്ചതുകൊണ്ട് അവിടുത്തെ വളർത്തു മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത അവസ്ഥയുണ്ട്. എല്ലാ അർത്ഥത്തിലും രോഗികളെ സഹായിക്കാനുള്ള വിപുലമായ പ്രവർത്തനങ്ങൾക്കാണ് ജില്ലയിലെ പാലിയേറ്റീവ് സൊസൈറ്റികളാകെ തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പാലിയേറ്റീവ് വാളണ്ടിയർമാർക്കെല്ലാം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായി ഇവിടെ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കൺട്രോളും തുറക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കാം.